നമ്മൾ ജീവിതത്തിൽ ഒരു പരീക്ഷയിൽ തോറ്റാലോ, ഒരു ബിസിനസ് നഷ്ടമായാലോ, ഒരു ജോലി ലഭിക്കാതിരുന്നാലോ പലപ്പോഴും എല്ലാം അവസാനിച്ചുവെന്ന് കരുതാറുണ്ട്. പക്ഷേ ലോകത്തെ മാറ്റിമറിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കണ്ടുപിടുത്തം വിജയിപ്പിക്കുന്നതിന് മുമ്പ് 100 200 അല്ല, ഏകദേശം 1000-ലധികം തവണ പരാജയപ്പെട്ടു. സ്കൂളിൽ അധ്യാപകർ അദ്ദേഹത്തെ പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടി എന്ന് വരെ വിളിച്ചു. ജോലിയിൽ നിന്ന് പുറത്താക്കി, വ്യാപാരത്തിൽ നഷ്ടം നേരിട്ടു, പല പരീക്ഷണങ്ങളും പരാജയമായി. എന്നിട്ടും അദ്ദേഹം നിർത്തിയില്ല. അവസാനം ആ മനുഷ്യൻ ലോകത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. ആ മനുഷ്യനാണ് തോമസ് എഡിസൺ. 1847 ഫെബ്രുവരി 11 അമേരിക്കയിലെ മിലാൻ എന്ന സ്ഥലത്താണ് തോമസ് ആൽവ എഡിസൺ ജനിച്ചത്. കുടുംബം സാമ്പത്തികമായി വലിയ സമ്പന്നരായിരുന്നില്ല. ചെറുപ്പത്തിൽ തന്നെ എഡിസന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കേൾവി ശക്തിയും ഭാഗികമായി കുറഞ്ഞിരുന്നു. സ്കൂളിൽ ചേർന്നപ്പോൾ കാര്യങ്ങൾ കൂടുതൽ മോശമായി. അധ്യാപകർ അദ്ദേഹത്തെ മന്ദബുദ്ധിയുള്ള കുട്ടിയെന്ന് കരുതി. വെറും 3 മാസത്തിനുള്ളിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഒരു ദിവസം സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയ എഡിസന് അമ്മ ഒരു കത്ത് വായിച്ചു കൊടുത്തു. അമ്മ പറഞ്ഞത്, നിങ്ങളുടെ മകൻ വളരെ ബുദ്ധിമാനാണ്. ഞങ്ങളുടെ സ്കൂൾ അദ്ദേഹത്തിന് മതിയാകില്ല. ഇനി മുതൽ നിങ്ങൾ തന്നെ പഠിപ്പിക്കുക. വർഷങ്ങൾക്ക് ശേഷം ആ കത്ത് വായിച്ചപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ എഴുതിയിരുന്നത് നിങ്ങളുടെ മകൻ പഠനത്തിന് യോഗ്യനല്ല എന്നാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ അമ്മ നാൻസി എഡിസൺ അത് മകന്റെ ആത്മവിശ്വാസം തകരാതിരിക്കാൻ മാറ്റി പറഞ്ഞിരുന്നു. ഇതാണ് എഡിസന്റെ ജീവിതം മാറ്റിയ ആദ്യ സംഭവം. 12-ാം വയസ്സിൽ തന്നെ എഡിസൺ ട്രെയിനുകളിൽ പത്രവും മിഠായിയും വിൽക്കാൻ തുടങ്ങി. മറ്റു കുട്ടികൾ കളിക്കുമ്പോൾ അദ്ദേഹം പണം സമ്പാദിക്കുകയായിരുന്നു. ട്രെയിനിലെ ഒരു ഒഴിഞ്ഞ ബോഗിയിൽ അദ്ദേഹം ചെറിയ ഒരു ലബോറട്ടറി ഉണ്ടാക്കി. അവിടെ രാസപരീക്ഷണങ്ങൾ നടത്താൻ തുടങ്ങി. ഒരു ദിവസം ഒരു പരീക്ഷണം തെറ്റിപ്പോയി. രാസവസ്തുക്കൾക്ക് തീപിടിച്ചു. ട്രെയിൻ ജീവനക്കാർ അദ്ദേഹത്തെ പുറത്താക്കി. അവിടെയും പരാജയം. പക്ഷെ അദ്ദേഹം വീണ്ടും തുടങ്ങി. അദ്ദേഹം പഠിച്ച ഏറ്റവും വലിയ പാഠം പരാജയം അവസാനമല്ല, പഠനത്തിന്റെ ഭാഗമാണ്. യുവാവായപ്പോൾ എഡിസൺ ടെലഗ്രാഫ് ഓപ്പറേറ്ററായി ജോലി നേടി. അന്ന് ടെലഗ്രാഫ് സാങ്കേതിക വിദ്യ വളരെ പ്രധാനപ്പെട്ട ആശയവിനിമയ മാർഗമായിരുന്നു. ജോലി ചെയ്യുന്നതിനിടെ അദ്ദേഹം നിരന്തരം പുതിയ ആശയങ്ങൾ പരീക്ഷിച്ചു. രാത്രി മുഴുവൻ പഠനവും പരീക്ഷണവും, പകൽ ജോലി. അദ്ദേഹം പല മെഷീനുകളും മെച്ചപ്പെടുത്തി. ചില കണ്ടുപിടുത്തങ്ങൾ വിജയിച്ചു, ചിലത് പൂർണ്ണ പരാജയമായി. പക്ഷെ ഓരോ പരാജയവും അദ്ദേഹത്തെ അടുത്ത വിജയത്തിലേക്ക് നയിച്ചു. 1878 എഡിസൺ ഒരു വലിയ ലക്ഷ്യം പ്രഖ്യാപിച്ചു. വീടുകളിലും തെരുവുകളിലും സുരക്ഷിതമായി ഉപയോഗിക്കാവുന്ന വൈദ്യുത പ്രകാശ സംവിധാനം വികസിപ്പിക്കുക. അന്ന് വൈദ്യുത വിളക്കുകൾ ഉണ്ടായിരുന്നെങ്കിലും അവ പ്രായോഗികമല്ലായിരുന്നു. അവ വളരെ ചെലവേറിയതും വേഗത്തിൽ കത്തിപ്പോകുന്നതുമായിരുന്നു. എഡിസൺ തീരുമാനിച്ചു, സാധാരണ ജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ബൾബ് ഞാൻ ഉണ്ടാക്കും. പലരും അദ്ദേഹത്തെ പരിഹസിച്ചു. ശാസ്ത്രജ്ഞർ പോലും ഇത് അസാധ്യമാണ് എന്ന് പറഞ്ഞു. പക്ഷേ എഡിസൺ നിർത്തിയില്ല. ഇവിടെയാണ് ലോക പ്രശസ്തമായ ആ കഥ ആരംഭിക്കുന്നത്. ബൾബിന്റെ ഫിലമെന്റിനായി എഡിസണും സംഘവും ആയിരക്കണക്കിന് വസ്തുക്കൾ പരീക്ഷിച്ചു. കോട്ടൺ, ലിനൻ, മരം, കാർഡ്ബോർഡ്, മുള, പലതരം സസ്യനാരുകൾ, മൃഗങ്ങളുടെ രോമങ്ങൾ വരെ. ഓരോ പരീക്ഷണവും മണിക്കൂറുകളോ ദിവസങ്ങളോ നീണ്ടുനിന്നു. പക്ഷേ ഫലം പരാജയം. ഫിലമെന്റ് പൊട്ടും, കത്തിപ്പോകും, പ്രകാശം കുറഞ്ഞു പോകും, ചിലപ്പോൾ സെക്കൻഡുകൾ മാത്രം നിലനിൽക്കും. 1000-ഓട് അടുത്ത പരീക്ഷണങ്ങൾ. അപ്പോൾ ഒരു റിപ്പോർട്ടർ എഡിസണോട് ചോദിച്ചു, 1000 തവണ പരാജയപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് നിരാശ തോന്നിയില്ലേ? എഡിസൺ മറുപടി പറഞ്ഞു, ഞാൻ പരാജയപ്പെട്ടിട്ടില്ല. പ്രവർത്തിക്കാത്ത 1000 മാർഗങ്ങൾ ഞാൻ കണ്ടെത്തി. ഈ വാക്കുകൾ ഇന്നും ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വിജയമന്ത്രങ്ങളിൽ ഒന്നാണ്. അനവധി പരീക്ഷണങ്ങൾക്ക് ശേഷം കാർബണൈസ് ചെയ്ത മുള ഉപയോഗിച്ച ഫിലമെന്റ് മികച്ച ഫലം നൽകി. 1879 എഡിസന്റെ ബൾബ് ദീർഘനേരം പ്രകാശിച്ചു. ഇതൊരു ബൾബ് മാത്രമായിരുന്നില്ല, ഒരു വിപ്ലവമായിരുന്നു. തുടർന്ന് അദ്ദേഹം മുഴുവൻ വൈദ്യുത വിതരണ സംവിധാനവും വികസിപ്പിച്ചു. ജനറേറ്ററുകൾ, വയറിംഗ്, പവർ സ്റ്റേഷനുകൾ, മീറ്ററുകൾ എല്ലാം. 1882 പേൾ സ്ട്രീറ്റ് സ്റ്റേഷൻ ആരംഭിച്ചു. ഇത് ലോകത്തിലെ ആദ്യകാല വാണിജ്യ വൈദ്യുത വിതരണ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. ലോകം മാറാൻ തുടങ്ങി. എഡിസൺ ബൾബ് മാത്രം കണ്ടുപിടിച്ച ആളല്ല. അദ്ദേഹത്തിന്റെ പേരിൽ ഏകദേശം 1093 അമേരിക്കൻ പേറ്റന്റുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന കണ്ടുപിടുത്തങ്ങളിൽ ചിലതാണ് ഫോണോഗ്രാഫ്, മെച്ചപ്പെടുത്തിയ വൈദ്യുത ബൾബ്, മൂവി ക്യാമറ സാങ്കേതിക വിദ്യ, ശബ്ദ റെക്കോർഡിംഗ് സംവിധാനങ്ങൾ, വൈദ്യുത വിതരണ സംവിധാനങ്ങൾ എന്നിവ. അദ്ദേഹത്തിന്റെ ഗവേഷണ കേന്ദ്രമായ മാൻലോ പാർക്ക് ലബോറട്ടറി ലോകത്തിലെ ആദ്യ വ്യാവസായിക ഗവേഷണ ലാബുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. 1914 അദ്ദേഹത്തിന്റെ ഫാക്ടറിയിൽ വലിയ തീപിടുത്തമുണ്ടായി. വർഷങ്ങളായുള്ള ഗവേഷണങ്ങളും ഉപകരണങ്ങളും നശിച്ചു. ലക്ഷക്കണക്കിന് ഡോളറുകളുടെ നഷ്ടം.
പലരും കരുതിയത് ഇനി എഡിസൺ അവസാനിച്ചു. പക്ഷെ അദ്ദേഹം മകനോട് പറഞ്ഞത്, നിന്റെ അമ്മയെ വിളിക്കൂ, ഇത്തരം ഒരു തീപിടുത്തം അവൾ ജീവിതത്തിൽ വീണ്ടും കാണില്ല. അടുത്ത ദിവസം തന്നെ അദ്ദേഹം പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 67 വയസ്സായിരുന്നിട്ടും ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മനോഭാവം. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചത്തിന്റെയും ശബ്ദ റെക്കോർഡിങ്ങിന്റെയും സിനിമാ സാങ്കേതിക വിദ്യയുടെയും ചരിത്രത്തിൽ തോമസ് എഡിസന്റെ സംഭാവന വലുതാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ബൾബല്ല, പരാജയത്തെ കാണുന്ന ഒരു പുതിയ കാഴ്ചപ്പാടാണ്. 1000 തവണ പരാജയപ്പെട്ടിട്ടും അദ്ദേഹം നിർത്തിയില്ല. കാരണം അദ്ദേഹം അറിഞ്ഞിരുന്നു, ഓരോ പരാജയവും വിജയത്തിലേക്കുള്ള മറ്റൊരു പടിയാണ്. ഇന്ന് നിങ്ങൾ ഒരു പരീക്ഷയിൽ തോറ്റിട്ടുണ്ടാകാം, ഒരു ബിസിനസ് നഷ്ടമായിട്ടുണ്ടാകാം, ഒരു സ്വപ്നം തകർന്നിട്ടുണ്ടാകാം. പക്ഷേ തോമസ് എഡിസന്റെ ജീവിതം ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു: നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല. വിജയത്തിലേക്ക് നയിക്കാത്ത ചില വഴികൾ മാത്രമാണ് നിങ്ങൾ കണ്ടെത്തിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.